സൈഫു മറ്റത്തൂരിൽ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് വിമതർ എന്നുള്ളത്. മറ്റത്തൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്കാണ്. കാരണം DCC അയോഗ്യത ഭീഷണിയൊക്കെ അയോഗ്യത മുന്നറിയിപ്പൊക്കെ നൽകിയതിന് പിന്നാലെ ഇപ്പോൾ വിമതർ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു. അപ്പോൾ DCC അധ്യക്ഷന് പിഴവുണ്ടായതായി KPCCയെ ബോധ്യപ്പെടുത്താനായതായാണ് വിമത നേതാവ് TN ചന്ദ്രൻ പറയുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ രാജ്യസന്നദ്ധത എന്ന് പറയുന്നു. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, അങ്ങനെയാണെങ്കിൽ മറ്റത്തൂരിൽ കോൺഗ്രസിനെ അലട്ടിയിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരത്തിലേക്ക് കടക്കുകയാണോ? സൈഫുദ്ദീൻ DC തീർച്ചയായും മറ്റത്തൂരിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി അത് ഏകദേശം പരിഹാരത്തിലേക്ക് നീങ്ങും ഇത്തരത്തിൽ രാജി എന്നുള്ള കാര്യത്തിലേക്ക് വന്നാലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വരെ രാജിവെക്കില്ല എന്ന പൂർണ്ണ നിലപാടിൽ തന്നെയായിരുന്നു വിമതർ ഉണ്ടായിരുന്നത്. തങ്ങൾ BJPയുമായി സഖ്യം ചേർന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ രാജിവെക്കാനാകില്ല, പ്രത്യേകിച്ച് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കാനാകില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു വിമത നേതാക്കൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ റോജി എം ജോണുമായി നടത്തിയ കൂടിക്കാഴ്ച ചർച്ച, പിന്നീട് KPCC പ്രസിഡന്റുമായും ഒക്കെ ഇത്തരത്തിൽ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചയിലാണ് ഇപ്പോൾ രാജ്യസന്നദ്ധത വിമതർ അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ DCCയുമായി വിമത നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് DCC അധ്യക്ഷനുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ DCCയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തന്നെയും KPCC അധ്യക്ഷനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് വിമത നേതാവ് TN ചന്ദ്രൻ പറയുന്നത്. അത്തരത്തിൽ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് രാജിവെക്കുക. നിലവിലെ നീക്കം അതാണ്, വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ് നിലവിലെ നീക്കം. പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് സ്വതന്ത്രയായിട്ടുള്ള ടെസി തോമസിനെ ആയിരുന്നു. അതിനാൽ തന്നെ പാർട്ടി മെമ്പർ എന്ന നിലയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാമെന്നാണ് TN ചന്ദ്രൻ രാജിവെക്കാം എന്നുള്ളതാണ് ധാരണ എന്ന് പറയുന്നത്. നിലവിൽ അത്തരത്തിലാണ് ആലോചിക്കുന്നത്. എന്തായാലും ഈ ഒരു അയവിലേക്ക് വരുമ്പോൾ, അതായത് ഒരു അനുനയത്തിലേക്ക് വരുമ്പോൾ, രാജി സന്നദ്ധത അറിയിക്കുമ്പോൾ അത് അപ്പോൾ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു മറ്റത്തൂരിലെ വിമതർ. അങ്ങനെയെങ്കിൽ അവിടുത്തെ സഖ്യ തലവേദനയിൽ നിന്നും തൽക്കാലത്തേക്ക് കോൺഗ്രസ് തലയൂരുന്നു.